സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 15 വാർഡുകളിൽ 7ഇടത്ത് LDFന് ജയം, 5ഇടത്ത് UDFും 3ഇടത്ത് BJPയും വിജയിച്ചു. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് വാർഡിൽ BJP വിജയിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ഉദുമ ഡിവിഷൻ കോൺഗ്രസ് നിലനിർത്തിയതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം തുടരാമെന്നത് UDFന് ആശ്വാസമായി. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ 15 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF 7ഇടത്തും UDF 5ഇടത്തും BJP 3ഇടത്തും വിജയിച്ചു. 4 സീറ്റുകൾ അധികം നേടിയപ്പോൾ 2 സിറ്റിംഗ് സീറ്റുകൾ LDFന് നഷ്ടമായി. UDFന് 6 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമായത്. BJPക്ക് 1 സിറ്റിംഗ് സീറ്റ് നഷ്ടമായപ്പോൾ 2 സീറ്റിൽ അട്ടിമറി വിജയം നേടാനായി. വാശിയേറിയ പോരാട്ടം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് വാർഡ് നേരിയ ഭൂരിപക്ഷത്തോടെ BJP നിലനിർത്തി. 35 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് BJP സ്ഥാനാർത്ഥി ആശാനാഥിന്റെ ജയം. പാപ്പനംകോട് വാർഡിൽ ഇത്തവണയും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. തൊളിക്കോട് പഞ്ചായത്തിലെ തോട്ടമുക്ക് വാർഡും വെട്ടൂർ പഞ്ചായത്തിലെ അക്കരവിള വാർഡും UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. തോട്ടമുക്കിൽ LDF സ്ഥാനാർത്ഥി സജിതയും അക്കരവിളയിൽ വീറീനയും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പോടെ വെട്ടൂർ പഞ്ചായത്തിൽ LDFും UDFും കക്ഷിനിലയിൽ ഒപ്പത്തിനൊപ്പമെത്തി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ ചക്കംകുളങ്ങര BJPക്ക് നഷ്ടമായി. UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശബരിഗിരീശൻ ഇവിടെ വിജയിച്ചു. അതേസമയം ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ സിവിൽ സ്റ്റേഷൻ വാർഡിലും കോട്ടയം ജില്ലയിലെ മണർക്കാട് പഞ്ചായത്തിലെ പറമ്പുകര വാർഡിലും BJP അട്ടിമറി വിജയം സ്വന്തമാക്കി. പലമേൽ ഗ്രാമപഞ്ചായത്തിലെ ആദിക്കാട്ടുകുളങ്ങര ടൗൺ വാർഡിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടു. ഇവിടെ CPM സ്ഥാനാർത്ഥി ശൈലജയിലൂടെ LDF വാർഡ് പിടിച്ചെടുത്തു. അതേസമയം കോട്ടയം മടപ്പള്ളി പഞ്ചായത്തിലെ കണിച്ചുകുളം വാർഡ് നിലനിർത്താനായത് UDFന് ആശ്വാസമായി. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ കൊക്കയാർ പഞ്ചായത്തിൽ UDF ഭരണം പ്രതിസന്ധിയിലായി. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് LDF സ്വതന്ത്രൻ പിടിച്ചെടുത്തപ്പോൾ കക്ഷിനിലയിൽ LDFും UDFും ഒപ്പത്തിനൊപ്പം. ശ്രീനാരായണപുരം പത്താഴത്തോട് CPMന് നഷ്ടമായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി KA ഹൈദ്രോസ് 98 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ കണ്ണിയമ്പുറം CPMിലെ KK രാമകൃഷ്ണൻ നിലനിർത്തി. മലപ്പുറം ഊരകം OKM നഗർ വാർഡിൽ UDF സ്വതന്ത്രനും കോഴിക്കോട് ഓമശ്ശേരി ഈസ്റ്റിൽ LDF സ്വതന്ത്രനും വിജയിച്ചു. കല്യാശ്ശേരി പഞ്ചായത്തിലെ 5ാം പീടികയിൽ D രമ വിജയിച്ചതോടെ പ്രതിപക്ഷമില്ലാതെ CPM പഞ്ചായത്ത് ഭരണം തുടരുമെന്നുറപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ഉദുമ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനവാസ് പടൂർ 1886 വോട്ടുകൾക്ക് വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്കിടയിലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താനായത് UDFന് വലിയ ആശ്വാസം നൽകുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.